ആടുജീവിതം നമ്മുടെ പൃഥ്വിരാജ് അഭിനയിക്കുന്ന ബ്ലസി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആ ട്രെയിലർ നമുക്കൊന്ന് കാണാം. അതോടൊപ്പം പൃഥ്വിരാജിനെ കുറിച്ചിട്ട് 2 വാക്കും പറയാനുണ്ട്. പേഴ്സണലി എനിക്ക് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആളെ നടനെന്ന രീതിയിൽ ശരിക്കും ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ക്യാരക്ടറും അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരന് ആ ക്യാരക്ടർ എന്ന നിലയിൽ പുള്ളിക്കാരന് ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ പല സിനിമകളിലും പറ്റാറില്ല. അതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു മൂവി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനഗണമനയിൽ പുള്ളിക്കാരൻ കുറച്ചൊരു ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും, പുള്ളിക്കാരൻ്റെ മുൻകാലങ്ങളിൽ ഇറങ്ങിയ പല സിനിമകളിലെയും പല ഭാവങ്ങളും പല രീതിയിലും പുള്ളിക്കാരൻ്റെ മുഖത്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യാത്ത പല നടന്മാരും നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളതിൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജിൻ്റെ അധിക സിനിമകളിലും പുള്ളിക്കാരൻ ഏത് വേഷം കൊടുത്തു കഴിഞ്ഞാലും മോഹൻലാലിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നല്ലാതെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്കിതുവരെ പേഴ്സണലി തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പൃഥ്വിരാജ് എന്ന നടനെ ഇഷ്ടമല്ലാത്തത്. നടനെന്ന രീതിയിലാണ്, വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ മറ്റ് പല രീതികളിലും പുള്ളിക്കാരനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇഷ്ടക്കുറവൊന്നുമില്ല. നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ എനിക്ക് ഇഷ്ടമല്ല. ഈ ആടുജീവിതം എന്ന സിനിമയിൽ തന്നെ പുള്ളിക്കാരൻ ഇനി എന്തൊക്കെയാണ് കാട്ടിവെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൽ പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭേദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതും സത്യസന്ധമായിട്ട് പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. നല്ല രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുത്ത് പറയുകയും ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരനെ കൊണ്ടാകുന്നു. ഇതിനു മുന്നേയുള്ള പല സിനിമകളിൽ നമ്മൾ കണ്ട് പരിചയമുള്ള സംഗതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സിനിമകളിലും ഏതാണ്ട് ഒരേപോലെയാണ്. പുള്ളിക്കാരൻ്റെ അഭിനയം ആയിക്കഴിഞ്ഞാലും ആ ക്യാരക്ടറിനോട് നീതി പുലർത്തിയെന്ന് എനിക്ക് ഇതുവരെ പേഴ്സണലി തോന്നിയിട്ടില്ല. എന്തായാലും ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. से कोई बाहर ना जा सके. ഇതിൽ എന്തായാലും പൃഥ്വിരാജിനെ കൊണ്ട് കുറച്ച് നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല രീതിയിൽ ബ്ലസി പണിയെടുപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജിനെ കൊണ്ട്. അത് ഈ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഡയറ്റിങ്ങിലൂടെ ശരീരം സ്ലിമ്മാക്കിയതും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും മെച്ചപ്പെട്ടതായിട്ടുള്ളൊരു ഫീല് ഇതിൽ തോന്നുന്നുണ്ട്. ആ താടി പിടിക്കുന്ന സീനും അതൊക്കെ കാണുമ്പോൾ കുറച്ചൊരു മെച്ചപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട്. ഇതിന് മുന്നേ ഉള്ള പല പടങ്ങളിലും പുള്ളിക്കാരൻ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു നിലയിൽ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് കിട്ടിയ പല കഥകളും പുള്ളിക്കാരന് കിട്ടിയ പല സംവിധായകരും നല്ല രീതിയിൽ ആ സിനിമയെ എടുത്തു വെച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് പുള്ളിയുടെ പല സിനിമകളും നല്ല കളക്ഷൻ കിട്ടാനുണ്ടായ കാരണവും. അതുപോലെ തന്നെ നന്ദനം എന്ന സിനിമയിലൂടെ ഫസ്റ്റ് വന്നത്, നന്ദനത്തിലൊക്കെ പുള്ളി എന്ത് അഭിനയമാണ് ആക്കിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേങ്കിൽ ആ സിനിമ നല്ലോണം ഓടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മോശമില്ലാത്തൊരു തിരക്കഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ആടുജീവിതം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആവുമോ എന്നുള്ള കാര്യവും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിലുള്ള അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ പല ഇൻ്റർവ്യൂവിലും കാര്യങ്ങളിലൊക്കെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ
വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ പൃഥ്വിരാജിനെ ഞാൻ കുറച്ച് കുറ്റം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിൽ കിടന്ന് മെഴുകാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്ന കുറേ പൃഥ്വിരാജ് ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജ് ഏത് സിനിമയിലാണ് നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമ എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? മോഹൻലാലിനെ അനുകരിക്കുക എന്നല്ലാതെ, മോഹൻലാലിൻ്റെ പല ചേഷ്ടകളും ഇങ്ങനെ അനുകരിച്ചിട്ട് കാണിക്കുക എന്നല്ലാതെ ഏത് രീതിയിലാണ് നല്ല അഭിനയിച്ചു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്ക് എടുത്ത് പറയാൻ? ജനഗണമന എന്ന ഒരു മൂവിയിൽ ഒഴികെയുള്ള വേറെ ഏതെങ്കിലും സിനിമയിൽ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ക്യാരക്ടറിനെ കമൻറ്റ് ചെയ്യും.